TLB'S ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗം വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമുക്ക് ആദ്യമായിട്ട് ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസസ് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ന്യൂറോൺസ് ആർ എക്സൈറ്റബിൾ സെൽസ് because their membranes are in a polarized state. അപ്പോൾ ന്യൂറോൺസ് എന്ന് പറയുന്ന സെൽസ് എക്സൈറ്റബിൾ സെൽസ് ആണ്. ബിക്കോസ് their membranes are in a polarized state. ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന സെല്ലുകളാണ്, അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന സെല്ലുകളാണ് ന്യൂറോൺസ്. അപ്പം അതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവയുടെ സെൽ മെംബ്രെയിൻസ് പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ്. എന്താണ് പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു സെൽ മെംബ്രെയിൻ്റെ ഔട്ട്സൈഡ് പോസിറ്റീവ് ചാർജും ഇൻസൈഡ് നെഗറ്റീവ് ചാർജും വരികയാണെങ്കിൽ നമുക്കതിനെ പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ വിപരീതമായിട്ട് ഓപ്പോസിറ്റായിട്ട് വരികയാണെങ്കിലും. ഇപ്പോൾ ഏത് രീതിയിലായാലും ഔട്ട്സൈഡിൽ സെൽ മെംബ്രെയിൻ്റെ ഔട്ട്സൈഡിൽ ഒരു ചാർജും ഇൻസൈഡിൽ മറ്റൊരു ചാർജും ആണെങ്കിൽ ആ സെല്ലിനെ നമുക്ക് പോളറൈസ്ഡ് സ്റ്റേറ്റിലുള്ള സെല്ലെന്ന് പറയാം. അപ്പോൾ ആ രീതിയിലുള്ള സെല്ലുകളാണ് ന്യൂറോൺസ്. അപ്പോൾ ന്യൂറോൺസിൻ്റെ സെൽ മെംബ്രെയിൻസ് ആർ ആൾവേസ് ഇൻ എ പോളറൈസ്ഡ് സ്റ്റേറ്റ്. ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് അയോൺ ചാനൽസ് ആർ പ്രസൻറ്റ് ഓൺ ദ ന്യൂറൽ മെംബ്രെയിൻ. ന്യൂറൽ മെംബ്രെയിനിൽ ധാരാളം അയോൺ ചാനൽസുകൾ ഉണ്ടാകും. ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് ഒരു K+ ചാനലാണ്, പൊട്ടാസ്യം അയോൺസിൻ്റെ ഒരു ചാനലാണ്. അപ്പോൾ ദീസ് അയോൺ ചാനൽസ് ആർ സെലക്റ്റീവ്ലി പെർമിയബിൾ ടു ഡിഫറൻറ്റ് അയോൺസ്. ഇപ്പോൾ K+ അയോൺ ചാനലിൽ കൂടെ K+ അയോൺസ് മാത്രമേ കടന്നു പോവുകയുള്ളൂ, മറ്റ് അയോൺസുകൾ കടന്നു പോകില്ല. അതൊരു സെലക്റ്റീവ്ലി പെർമിയബിൾ അയോൺ ചാനൽസ് ആണ്. അപ്പോൾ ഈ കാര്യം ബേസിക്കായിട്ട് മനസ്സിലാക്കുക. ന്യൂറോൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്, ആക്സോണൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു പോളറൈസ്ഡ് സ്റ്റേറ്റിലാണ് എപ്പോഴും കാണുക. എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ ഔട്ട്സൈഡ് പോസിറ്റീവ് ചാർജും ഇൻസൈഡ് നെഗറ്റീവ് ചാർജിലുമാണ് ന്യൂറോൺ മെംബ്രെയിൻ കാണുക. അപ്പോൾ ഈ ന്യൂറോൺ മെംബ്രെയിനിൽ കൂടെ അയോൺസുകൾ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. Na+ അയോൺസും K+ അയോൺസും ഒക്കെ അകത്തേക്കും പുറത്തേക്കുമൊക്കെ ഈ മെംബ്രെയിനിൽ കൂടെ കടന്നു പോകുന്ന നിരവധി അയോൺ ചാനലുകൾ ഈ ന്യൂറൽ മെംബ്രെയിനിൽ ഉണ്ട്. ഈ ന്യൂറൽ മെംബ്രെയിനിൽ കൂടെ എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ 3 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 1 മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ, 2 ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ, 3 പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ എങ്ങനെയാണ് ഒരു റെസ്റ്റിംഗ് സ്റ്റേജിൽ ആ ഒരു പൊളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൽ ഇരിക്കുന്ന ഒരു ന്യൂറോണിൽ എങ്ങനെയാണ് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, ഈ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്കിനി മനസ്സിലാക്കാം. ഫസ്റ്റ്, മെയിൻ്റനൻസ് ഓഫ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. എങ്ങനെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു? In a resting neuron, the axonal membrane bears an electrical charge. Normally, the external surface of the membrane is positively charged and the inner surface is negatively charged. നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ആക്സോണൽ മെംബ്രെയിൻ ആണെന്ന് കണക്കാക്കുക. ഈ ആക്സോണൽ മെംബ്രെയിന് റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അതിനൊരു ഇലക്ട്രിക്കൽ ചാർജ് ഉണ്ട്. അതിൻ്റെ എക്സ്റ്റേണൽ സർഫസ് നോർമലി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഇന്നർ ആക്സോപ്ലാസം എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഈ പോസിറ്റീവ് ചാർജ് ഔട്ട്സൈഡിന്, മെംബ്രെയിൻ്റെ ഔട്ട്സൈഡിന് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്ന പ്രധാനപ്പെട്ട അയോൺ എന്ന് പറയുന്നത് Na+ അയോൺസ് ആണ്, സോഡിയം അയോൺസ് ആണ്. പോസിറ്റീവ് ചാർജുള്ള സോഡിയം അയോൺസ് ആണ് എക്സ്റ്റേണൽ മെംബ്രെയിന് പോസിറ്റീവ് ചാർജ് കൊടുക്കുന്നത്. പോസിറ്റീവ് ചാർജ് ഓഫ് എക്സ്റ്റേണൽ മെംബ്രെയിൻ ഈസ് ഡ്യൂ ടു ദ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് Na+ അയോൺസ്. പിക്ചറിൽ നമുക്ക് കാണാം, ഇവിടെ പുറത്ത് പോസിറ്റീവ് അയോൺസ് ഉണ്ട്. ഈ പോസിറ്റീവ് അയോൺസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഹൈ കോൺസെൻട്രേഷനിൽ Na+ അയോൺസ് ആണ്. എന്നാൽ അകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡാണ്.
The inner axoplasm contains K plus ions and negatively charged organic proteins. അപ്പോൾ ഇൻസൈഡ് ആക്സോപ്ലാസത്തിൻ്റെ ഇൻസൈഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുപോലെ ഇതിനകത്ത് നെഗറ്റീവ് ചാർജ് വരാനുള്ള കാരണം ഇവിടെ ഹൈ കോൺസെൻട്രേഷനിൽ കെ പ്ലസ് അയോൺസും ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ഓർഗാനിക് പ്രോട്ടീൻ അയോൺസും ഉണ്ട്. അപ്പോൾ ഈ കെ പ്ലസ് അയോൺസിനേക്കാളും കൂടുതൽ കോൺസെൻട്രേഷനിൽ ഓർഗാനിക് പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ടാണ് അകത്ത് നെഗറ്റീവ് ചാർജ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ പുറത്ത് ഓർക്കുക, ആക്സോപ്ലാസത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ ആക്സോണിൻ്റെ മെംബ്രെയിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജിനുള്ള റീസൺ എന്ന് പറയുന്നത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് Na+ അയോൺസ് ആണ്. എന്നാൽ അകത്ത് നെഗറ്റീവ് ചാർജിൻ്റെ കാരണമെന്ന് പറയുന്നത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓർഗാനിക് പ്രോട്ടീൻ അയോൺസ് ആണ്. അകത്ത് പോസിറ്റീവ് അയോൺസ് ഉണ്ട്, K+ അയോൺസ് ഉണ്ട്, അതിനേക്കാളും കൂടുതൽ അളവിൽ പ്രോട്ടീൻസ് ഉള്ളതുകൊണ്ട് അകത്ത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. The organic proteins are greater than K+ ions. Hence, inside of the axonal membrane has negative charge. The electrical potential difference across the resting plasma membrane is called the resting potential. ഈ രീതിയിൽ റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ന്യൂറോൺസിൽ ഉള്ള ഈ ഒരു പൊട്ടൻഷ്യൽ, പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്ന ഈ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്? അതിന് സഹായിക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് വിളിക്കുന്നത്. The outside of the axonal membrane contains more Na+ ions and inside has more K+ ions. ആക്സോണൽ മെംബ്രെയിൻ്റെ പുറത്ത് കൂടുതൽ Na+ അയോൺസ് ഉണ്ട്, അകത്ത് കൂടുതൽ K+ അയോൺസും ഉണ്ട്. The cell membrane is more permeable to K+ ions and nearly permeable to Na+ ions. ഈ സെൽ മെംബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഈ Na+ അയോൺസിനെ പെട്ടെന്ന് ഈ സെൽ മെംബ്രെയിൻ അകത്തേക്ക് കടത്തിവിടില്ല. എന്നാൽ K+ അയോൺസിനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇതിനകത്തേക്ക് കടത്തിവിടും. സെൽ മെംബ്രെയിൻ ഈസ് മോർ പെർമിയബിൾ ടു K+ അയോൺസ് ആൻഡ് നിയർലി പെർമിയബിൾ ടു Na+ അയോൺസ്. അപ്പോൾ ഈ സെൽ മെംബ്രെയിനിൽ കൂടുതൽ അകത്തേക്ക് കടക്കാൻ പെർമിയബിലിറ്റി കൂടിയത് K+ അയോൺസ് ആണ്. Na+ അയോൺസിന് പെർമിയബിലിറ്റി കുറവാണ്. However, some Na+ ions enter into the axoplasm and these ions are pumped out actively by a mechanism known as sodium potassium pump. അപ്പോൾ ഈ Na+ അയോൺസിൻ്റെ അളവ് ഇതിനകത്ത് കൂടാതിരിക്കാൻ വേണ്ടി, Na+ അയോൺസ് നോർമലി വളരെ കുറച്ച് മാത്രമേ അകത്തേക്ക് കടക്കുകയുള്ളൂ. ഈ കടക്കുന്ന Na+ അയോൺസിനെ അത് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്ന ഒരു മെക്കാനിസം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ മെക്കാനിസത്തിനെയാണ് Na+ K+ പമ്പ് എന്ന് വിളിക്കുന്നത്, അഥവാ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് ഈ പമ്പ് വർക്ക് ചെയ്യുന്നത് നോക്കിയേ. The pump maintains the resting potential by pumping out 3 Na+ ions. 3 Na+ അയോൺസിനെ ഇതിൽ നിന്നും പുറത്തേക്ക് പമ്പ് ചെയ്യും. പമ്പ് ചെയ്യുക മീൻസ് അവിടെ ഒരു എനർജി റിക്വയർ ചെയ്യുന്ന പ്രോസസ്സാണ്. ATP ADP ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഇവിടെ പമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പുറത്തേക്ക് കളയുക. അപ്പം 3 Na+ അയോൺസിനെ പുറത്തേക്ക് കളയുമ്പോൾ 2 K+ അയോൺസിനെ അകത്തേക്ക് എടുക്കും. ദ പമ്പ് മെയിൻറ്റെയിൻസ് ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? 3 Na+ അയോൺസിനെ പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ 2 K+ അയോൺസിനെ അകത്തേക്ക് കടത്തിവിടും. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിനെയാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഔട്ട്സൈഡ് പോസിറ്റീവ് ചാർജാണ്, ഇൻസൈഡ് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിനെയാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് Na+ അയോൺസ് അകത്തേക്ക് കടക്കുന്നുണ്ട്, K+ അയോൺസും കടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഈ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കടക്കുന്ന Na+ അയോൺസിനെ പുറത്തേക്ക് എനർജി പ്രയോഗിച്ചുകൊണ്ട് പുറത്തേക്കാക്കും. ആ പുറത്തേക്കാക്കുന്ന മെക്കാനിസത്തിനെയാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? 3 Na+ അയോൺസിനെ പുറത്തേക്ക് കളയുമ്പോൾ 2 K+ അയോൺസിനെ അകത്തേക്ക് കടത്തിവിടും. അപ്പോൾ ഈ രീതിയിലാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടു പോകുന്നത്. ഇനി എങ്ങനെയാണ്
ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത്. ജനറേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ എങ്ങനെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു നോക്കാം. When a stimulus is applied to a neuron at resting potential, the polarity of the cell membrane changes. ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ടെമ്പറേച്ചറിൻ്റെ ഒരു ചൂടുള്ള ഒരു വസ്തുവിൽ നമ്മൾ തൊടുന്നതാകാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്നതാകാം, ഒരു വിഷൻ ആകാം, ഒരു ടേസ്റ്റ് ആവാം, നാവിൽ എന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കുന്ന ഒരു ടേസ്റ്റ്, ഇതെല്ലാം സ്റ്റിമുലസ് ആണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റിമുലസ് ന്യൂറോണിന് കിട്ടുമ്പോൾ the polarity of the cell membrane changes. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? സെൽ മെംബ്രെയിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ട് എന്താ പറ്റുക? The sodium potassium pump upsets for a moment and the cell membrane becomes highly permeable to Na+ ions. അപ്പോൾ ആ ഒരു റീജിയണിൽ ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് അപ്സെറ്റ് ഫോർ എ മൊമെൻറ്റ്, ഒരു നേരത്തേക്ക് സോഡിയം പൊട്ടാസ്യം പമ്പ് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ദർ വിൽ ബി എ ഹെവി ഇൻഫ്ലക്സ് ഓഫ് Na+ അയോൺ ടേക്സ് പ്ലേസ്. ആ സ്ഥലത്തേക്ക് Na+ അയോൺസ് കൂട്ടത്തോടെ അങ്ങ് പ്രവേശിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. പൊളാരിറ്റി ചേഞ്ച് ചെയ്തിട്ട് ഇതെന്തായിട്ട് മാറും? അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മാറും. The heavy influx of Na+ ions into the membrane leads to the reversal of polarity, and outside of the membrane become negatively charged and inside positively charged. Outside negatively charged ആകും, inside positively charged ആകും. അപ്പോൾ ഈ ഒരു പൊളാരിറ്റി ചേഞ്ചിനെയാണ് ഡീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് ചേഞ്ച് ഇൻ പൊളാരിറ്റി ഈസ് കാൾഡ് ഡീപോളറൈസേഷൻ. അപ്പോൾ അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിട്ട് മാറുന്ന ഈ ഒരു സ്റ്റേജിനെ, പൊളാരിറ്റി ചേഞ്ചിനെയാണ് നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. The electrical potential difference across the plasma membrane at the site A is called the action potential. അപ്പോൾ ഈ ഒരു പൊളാരിറ്റി ചേഞ്ചിനെയാണ് ഇവിടെ നമ്മൾ ഡീപോളറൈസേഷൻ എന്ന് വിളിച്ചു. അതേ സാധനത്തിന് തന്നെ നമുക്ക് മറ്റൊരു ടേമിൽ കൂടെ പറയാം, ഇവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്തു എന്ന് പറയാം, വിച്ച് ഈസ് ഇൻ ഫാക്ട് ടേംഡ് ആസ് എ നെർവ് ഇമ്പൾസ്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ്, ഒരു നെർവ് ഇമ്പൾസ് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെട്ടു. പൊളാരിറ്റി ചേഞ്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്തു. കാരണം ഈ ഏരിയയും അടുത്ത ഏരിയയും തങ്ങളിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ഉണ്ടായി. അപ്പോൾ ഇവിടെ ഒരു നെർവ് ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ സൈറ്റ് എ, ഈ സൈറ്റ് എയിൽ ഇവിടെ ഔട്ട്സൈഡ് നെഗറ്റീവും ഇൻസൈഡ് പോസിറ്റീവും. ഇവിടെ സൈറ്റ് ബിയിൽ ഔട്ട്സൈഡ് പോസിറ്റീവും ഇൻസൈഡ് നെഗറ്റീവും. അപ്പം ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. ആ കറണ്ട് ഫ്ലോ എങ്ങനെയായിരിക്കും? ഇവിടെ എയിൽ നിന്നും ബിയിലേക്ക്, ഇൻസൈഡിൽ വരുമ്പോഴത്തേക്കും എയിൽ നിന്നും ബിയിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. അതുപോലെ ഔട്ട്സൈഡിൽ വരുമ്പോഴത്തേക്കും ബിയിൽ നിന്നും എയിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. At site immediately ahead, the axon membrane has a positive charge on the outer surface and a negative charge on its inner surface. As a result, a current flow on the inner surface from A site to B site. അപ്പോൾ എ സൈറ്റിൽ നിന്ന് ബി സൈറ്റിലേക്ക് ഇന്നർ സർഫസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു കറണ്ട് ഫ്ലോ എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടാകുന്നു. ഓൺ ദ ഔട്ടർ സർഫസ് കറണ്ട് ഫ്ലോസ് ഫ്രം ബി ടു സൈറ്റ് എ, ബിയിൽ നിന്നും എയിലേക്ക് ഉണ്ടാകുന്നു. To complete the circuit of current flow. Hence the polarity at the site is reversed. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അടുത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു? ബിയിലെ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുന്നു. ആൻഡ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ജനറേറ്റഡ് അറ്റ് സൈറ്റ് ബി. അപ്പോൾ സൈറ്റ് ബിയിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. Thus the impulse or action potential generated at site A arrives at site B. അപ്പോൾ എയിലുണ്ടായ ആക്ഷൻ പൊട്ടൻഷ്യൽ അടുത്ത സൈറ്റ് ബിയിലേക്ക് മാറുന്നു. അപ്പോൾ ഇവിടെ സൈറ്റ് ബിയിൽ വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഡീപോളറൈസേഷൻ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഡീപോളറൈസേഷനും പിന്നെ അത് പഴയ അവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് റീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ആ രീതിയിൽ ഇമ്പൾസ് എന്ത് ചെയ്യുന്നു? ട്രാവൽ ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. The sequence is repeated along the length of the axon and consequently impulse is conducted. ആൾട്ടർനേറ്റ് ആയിട്ട് ആദ്യം ഈ സൈറ്റ് എന്ത് ചെയ്തു? ഡീപോളറൈസ് ചെയ്തു.
ഔട്ട്സൈഡ് നെഗറ്റീവും ഇൻസൈഡ് പോസിറ്റീവുമായിട്ട് മാറി. അല്പസമയം കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്തു? അതവിടെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് റീപോളറൈസേഷനിലേക്ക് എത്തി. വീണ്ടും നെക്സ്റ്റ് അടുത്ത സൈറ്റ് എന്ത് ചെയ്തു? ഡീപോളറൈസ്ഡ് ആയി. ഇൻസൈഡ് പോസിറ്റീവും ഔട്ട്സൈഡ് നെഗറ്റീവുമായി. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽ ആ നെർവ് ഫൈബറിൽ കൂടെ ഈ രീതിയിൽ ട്രാവൽ ചെയ്യുന്നു. The rise in the stimulus induced permeability to Na plus is extremely short lived. Na പ്ലസിൻ്റെ ഈ ഇവിടെ പറഞ്ഞ ഈ K പ്ലസ് Na പ്ലസ് പമ്പ്, ആ പമ്പിൻ്റെ ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ടെമ്പററിലി സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ ടെമ്പററി ആയിട്ട് സോഡിയം പൊട്ടാസ്യം പമ്പ് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ അത് റിക്കവർ ചെയ്യുന്നു. Na plus is extremely short lived. It is quickly followed by a rise in permeability to K plus ions. ഇത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? K plus ionsൻ്റെ പെർമിയബിലിറ്റി ഇവിടെ കൂടുന്നു. Within a fraction of a second, K plus diffuses outside the membrane and restores the resting potential of the membrane at the site of excitation, and the fiber becomes once more responsive to further stimulation. അപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ സെൽ മെംബ്രെയിൻ എത്തുന്നു. വീണ്ടും അടുത്തൊരു സ്റ്റിമുലസിനായിട്ട് അത് റെഡിയാകുന്നു. അപ്പോൾ ഈ രീതിയിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു. ഓർക്കുക, സെൽ മെംബ്രെയിൻ അല്ലെ ആക്സോൺ മെംബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്സൈഡ് പോസിറ്റീവ് ചാർജും ഇൻസൈഡ് നെഗറ്റീവ് ചാർജുമാണ്. അത് റെസ്റ്റിംഗ് സ്റ്റേജിലാണ്. ആ റെസ്റ്റിംഗ് സ്റ്റേജിലിരിക്കുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. ആ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിരിക്കുന്ന ഒരു നെർവിലേക്ക് ഒരു ഇമ്പൾസ് ഒരു സ്റ്റിമുലസ് എത്തുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? അവിടെ സോഡിയം പൊട്ടാസ്യം പമ്പാണ് ഈ ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ ഓർമ്മിക്കുക. അകത്തേക്ക് കടക്കുന്ന Na പ്ലസ് അയോൺസിനെ എന്ത് ചെയ്യുന്നു? സോഡിയം പൊട്ടാസ്യം പമ്പ് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയുന്നു. 3 Na പ്ലസ് അയോൺസിനെ പുറത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ 2 K പ്ലസ് അയോൺസിനെ അകത്തേക്ക് കടത്തിവിട്ട് ഈ ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ആ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ സ്റ്റേജിൽ ഒരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ സ്റ്റിമുലസ് എത്തിച്ചേരുന്ന സ്ഥലത്ത് ടെമ്പററി ആയിട്ട് സോഡിയം പൊട്ടാസ്യം പമ്പ് സ്റ്റോപ്പ് ആവുകയും അവിടെ എന്ത് ചെയ്യുന്നു? പൊളാരിറ്റി ചേഞ്ച് ഉണ്ടാകും. ഇൻസൈഡ് പോസിറ്റീവ് ചാർജും ഔട്ട്സൈഡ് നെഗറ്റീവ് ചാർജുമായിട്ട് മാറും. അതിനെയാണ് ഡീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് വീണ്ടും പെട്ടെന്ന് തന്നെ അത് റീഗെയിൻ ചെയ്യപ്പെടും. റീഗെയിൻ ചെയ്യപ്പെട്ടിട്ട് അടുത്ത ഏരിയയിലേക്ക് അത് മാറും. കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും നോർമലി അയോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകും. അയോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും ഈ ഏരിയ നെഗറ്റീവ് ചാർജ് ആകും, ഈ ഏരിയ പോസിറ്റീവ് ചാർജ് ആകും. അപ്പോൾ അതിനെയാണ് നമ്മൾ വീണ്ടും കറണ്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. ഈ രീതിയിൽ ആൾട്ടർനേറ്റ് ആയിട്ട് ഡീപോളറൈസേഷനും വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് റീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് ഡീപോളറൈസേഷനും റീപോളറൈസേഷനും നടക്കുമ്പോൾ നമുക്കതിനെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു കറണ്ട് അല്ലെങ്കിൽ ഒരു നെർവ് ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ നെർവിൽ ഫൈബേഴ്സിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത്. Now we can discuss about transmission of nerve impulses. എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് ഒരു ന്യൂറോണിൽ നിന്നും അടുത്തൊരു ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാം. A nerve impulse is transmitted from one neuron to another through junctions called synapses. അവിടെയാണ് സിനാപ്സസ് എന്നുള്ള പേര് വരുന്നത്. അതായത് 2 ന്യൂറോണുകൾ തങ്ങളിൽ കൂടിച്ചേരുന്ന സ്ഥലം. A nerve impulse is transmitted from one neuron to another through a junction called synapses. അപ്പോൾ സിനാപ്സ് ഈ പിക്ചറിൽ നമുക്കിവിടെ കാണാം. ഇത് ഒരു ന്യൂറോൺ, ഇത് മറ്റൊരു ന്യൂറോൺ, ഇത് പ്രീ ന്യൂറോൺ, ഇത് പോസ്റ്റ് ന്യൂറോൺ. ഈ 2 ന്യൂറോണും കൂടിച്ചേരുന്ന ഒരു ന്യൂറോണിൻ്റെ ആക്സോണും മറ്റൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും കൂടെ തങ്ങളിൽ കോണ്ടാക്ട് ചെയ്യുന്ന സ്പേസ്. So that space is known as, that junction is known as synapse. Synapse is the junction between 2 neurons. 2 ന്യൂറോണുകൾ തങ്ങളിലുള്ള ജംഗ്ഷൻ ആണ് സിനാപ്സ്. The neuron which bring impulse to synapse is the presynaptic neuron.
ഇമ്പൾസ് സിനാപ്സിലേക്ക് കൊണ്ടുവരുന്ന ന്യൂറോണിനെ വിളിക്കുന്ന പേര് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ആൻഡ് ദ ന്യൂറോൺ വിച്ച് റിസീവ് ഇമ്പൾസ് ഈസ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന സിനാപ്സിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കുന്നു. സിനാപ്സിലേക്ക് ഇമ്പൾസ് കൊണ്ടുവരുന്ന ന്യൂറോണിനെ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നും ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ന്യൂറോണിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നും വിളിക്കുന്നു. ദ ഗ്യാപ്പ് ഇൻ ദ സിനാപ്സ് ഈസ് ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഈ സ്ഥലത്തുള്ള ഗ്യാപ്പ്, ആ വിടവിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഇപ്പോൾ ഇമ്പൾസ് കൊണ്ടുവരുന്ന ന്യൂറോൺ, ബ്രിങ് ചെയ്യുന്ന ന്യൂറോൺ, ആ ന്യൂറോണിനെ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കുന്നു. ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ന്യൂറോണിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കുന്നു. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ ഈസ് ദ സിനാപ്റ്റിക് ക്ലഫ്റ്റ്. 2 types of synapses are present. Impulse conductionനെ ബേസ് ചെയ്തിട്ട് structurally there are 2 types of synapses are there. They are electrical synapse and chemical synapse. Electrical synapse എന്നും chemical synapse എന്നും 2 ടൈപ്പ് synapses ഉണ്ട്. ആദ്യമായിട്ട് ഇലക്ട്രിക്കൽ സിനാപ്സിന്റെ പ്രത്യേകതകൾ നോക്കാം. Here the membranes of pre and post synaptic neurons are very close. Presynaptic neuron ആണ് ഈ പിക്ചറിൽ കാണുന്നത്. ഈ കാണുന്നത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഇത് രണ്ടിന്റെയും മെംബ്രെയിൻസ് പരസ്പരം വളരെ അടുത്തായിട്ടായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. Electrical current can flow directly from one neuron into the other across these synapses. Presynaptic neuronil നിന്നും ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ മൂവ് ചെയ്യും. സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവായിരിക്കും. ഇമ്പൾസ് കണ്ടക്ഷൻ ഇൻ ഇലക്ട്രിക്കൽ സിനാപ്സ് ഈസ് ആൾവേസ് ഫാസ്റ്റർ ദാൻ കെമിക്കൽ സിനാപ്സ്. ഇലക്ട്രിക്കൽ സിനാപ്സിൽ കൂടെയുള്ള ഇമ്പൾസിന്റെ കണ്ടക്ഷൻ കെമിക്കൽ സിനാപ്സിനെക്കാളും വേഗത്തിലായിരിക്കും നടക്കുക. Impulse conduction in electrical synapse is always faster than chemical synapse. അപ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ സിനാപ്സിന്റെ പ്രത്യേകത? Here the membranes of presynaptic neuron and postsynaptic neuron are very close. Electrical current can flow directly from one neuron to another neuron. Impulse conduction is faster in electrical synapses. Now we can understand about chemical synapse. Here the membranes of the pre and postsynaptic neurons are separated by a fluid-filled space called synaptic cleft. Presynaptic neuron ഇവിടെ കാണാം, postsynaptic neuron കാണാം. ഇവിടെ there is a synaptic cleft, the gap. That gap is known as the synaptic cleft. Clear ആയിട്ട് ഒരു synaptic cleft നമുക്ക് chemical synapsesൽ കാണാൻ സാധിക്കും. In chemical synapse, impulse conduction occurs through chemical substances in the synapse called neurotransmitters. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ് ആക്സോൺ ടെർമിനലിൽ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, സിനാപ്റ്റിക് നോബ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ സിനാപ്റ്റിക് നോബിനകത്ത് എന്തുണ്ട്? സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് is filled with a fluid, ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് കാൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. മനസ്സിലാക്കി, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഇതിനകത്ത് ഉണ്ടാകും. ഇപ്പോൾ ഒരു ഇമ്പൾസ് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ എത്തുമ്പോഴത്തേക്കും ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് ബ്രേക്ക് ചെയ്തിട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. ഈ റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് അവിടെ ഒരു അയോൺ ചാനൽ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഡെവലപ്പ് ചെയ്യുന്ന ഈ ചാനൽ വഴി ആക്ഷൻ പൊട്ടൻഷ്യൽ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്നും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്നു. In chemical synapses, impulse conduction occurs through chemical substances in the synapse called neurotransmitters. The axon terminals contain vesicles filled with neurotransmitters. Axon terminals vesicles ഉണ്ട്, synaptic vesicles ഉണ്ട്, synaptic vesicles neurotransmitters ഉണ്ട്.
When an impulse or action potential arrives at the axon terminal, it stimulates the synaptic vesicles to break. ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ എത്തുമ്പോൾ അത് സിനാപ്റ്റിക് വെസിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യും. The synaptic vesicles break to release the neurotransmitters in the synaptic cleft. Neurotransmitters synaptic cleftലേക്ക് റിലീസ് ചെയ്യപ്പെടും. The neurotransmitters bind to the specific receptors of the postsynaptic neurons. Neurotransmitters എവിടെ ബൈൻഡ് ചെയ്യും? പോസ്റ്റ്സിനാപ്റ്റിക് ന്യൂറോണിൽ കാണുന്ന റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യും. This binding opens ion channels, and through these channels action potential reach the postsynaptic neuron. ഇത് എന്ത് ഓപ്പൺ ചെയ്യും? അയോൺ ചാനൽസ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് അതുവഴി എന്ത് ചെയ്യും? ആക്ഷൻ പൊട്ടൻഷ്യൽ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഈ രീതിയിലാണ് കെമിക്കൽ സിനാപ്സസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സിനാപ്സിൻ്റെ ഡയഗ്രാം ഒന്ന് പരിചയപ്പെടാം. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ആക്സോൺ ടെർമിനലാണ്. ആക്സോൺ ടെർമിനലാണ്. ഇതിനകത്തായിട്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. സിനാപ്റ്റിക് വെസിക്കിൾസ്. ഇവിടെ സിനാപ്റ്റിക് വെസിക്കിൾസ് ബ്രേക്ക് ചെയ്ത ഒരു ഡയഗ്രമാണ് ഇവിടെ കാണുന്നത്. ബ്രേക്ക് ചെയ്തിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്തിരിക്കുന്നു. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്തിരിക്കുന്നു. ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആണ്. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഈ മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. ഇത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ മെംബ്രെയിനാണ്. അതിനെ വിളിക്കുന്ന പേര് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഇത് റിസപ്റ്റേഴ്സ്. ആക്സോൺ ടെർമിനൽ, സിനാപ്റ്റിക് വെസിക്കിൾസ്, പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഈ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ദെൻ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഇപ്പോൾ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിനും സിനാപ്റ്റിക് ക്ലഫ്റ്റും പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനും കൂടെ ചേർത്ത് പറഞ്ഞിട്ട് ആ ഗ്യാപ്പിനെ മൊത്തത്തിൽ വിളിക്കാവുന്ന പേരാണ് സിനാപ്സ്. ഹിയർ വി ക്യാൻ സീ ദ പോസ്റ്റ് സിനാപ്റ്റിക് റിസപ്റ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിനാപ്സിനെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ളത്. Video lessons, please subscribe TLB'S biology classes. Thank you.